ഇവിടെ ഒരു പെൺകുട്ടി ഒരു വലിയ സെലിബ്രിറ്റിയുമായി ലൈവ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ റൂമിലേക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് നടന്നു വരുന്നു. അയാൾ കാണികളോട് അടുത്തു ചെന്നിരിക്കാതെ പതിയെ സ്റ്റേജിലേക്ക് വരുന്നത് കണ്ട് അവർ അയാളോട് കാര്യം ചോദിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം മുതൽ അയാൾ അവിടെയുള്ള ആ സെലിബ്രിറ്റിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ ആരംഭിച്ചു. ആ സംഭവം കണ്ട് ചുറ്റുമുള്ള എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് ആ സെലിബ്രിറ്റിയുടെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ ഹാളിൽ നിന്നും ഇനി ആർക്കും പുറത്തു കടക്കാൻ സാധിക്കില്ല. ഈ ഹാളിലുള്ള ഒരാൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് വെറും 1 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടുമെന്ന് അയാൾ അവരോട് പറയുന്നു. അയാൾ അവരോട് 10 വർഷമായി വളരെ കഷ്ടപ്പെട്ട് താനൊരു ബുക്ക് എഴുതിയിരുന്നു. ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു പബ്ലിഷർ പോലും തന്നെ സഹായിക്കാൻ വന്നില്ല. നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. അർഹിക്കുന്നവർക്ക് നമ്മുടെ സമൂഹം ഒരിക്കലും അംഗീകാരം കൊടുക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ അടുത്ത 5 ദിവസങ്ങളിലായി ഈ നഗരത്തിൽ വെച്ച് 6 ആളുകൾ കൊല്ലപ്പെടും. ആ കൂട്ടത്തിലെ ഒന്നാമത്തെയാൾ ഈ ഹാളിലെ നാരായണൻ എന്ന പേരുള്ള ഒരു വ്യക്തിയാണെന്ന് അയാൾ പറയുന്നു. അതായിരുന്നു അയാൾ അവർക്ക് കൊടുത്ത ഫസ്റ്റ് ക്ലൂ. പോലീസ് ഉടനെ ആ ഹാളിലുള്ള എല്ലാ നാരായണന്മാരുടെയും ലിസ്റ്റ് എടുക്കുന്നു. എന്നാൽ ആ ലിസ്റ്റ് എടുത്ത് അവരത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണു തള്ളി. കാരണം നാരായണൻ എന്ന പേരുള്ള ഒരാൾ മാത്രമേ ഈ സമയം ആ ഒരു ഹാളിനകത്തുള്ളൂ. കാരണം ആ നാരായണൻ അയാൾ തന്നെയാണ്. ലോക്ക് തകർത്ത് പോലീസുകാർ ആ റൂമിലേക്ക് ഓടിച്ചെന്നപ്പോൾ അയാൾ പറഞ്ഞതുപോലെ കൃത്യം 1 മണിക്കൂറായി സ്വന്തം കൈവച്ച് അയാളുടെ ജീവൻ എടുക്കുന്നു. എന്നാൽ അയാളുടെ ജീവൻ പോയതോടെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല എന്ന് കരുതി പോലീസ് ഉൾപ്പെടെ എല്ലാവരും സമാധാനിച്ചെങ്കിലും കുറ്റകൃത്യം നടക്കാൻ പോകുന്നതിന് കൃത്യം 1 മണിക്കൂർ മുൻപ് രണ്ടാമതായി മരിക്കാൻ പോകുന്ന ആളുടെ പേര് അശോകനാണെന്ന് പറഞ്ഞ് അയാളുടെ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നു. കാരണം ആ വീഡിയോകളെല്ലാം അയാൾ മരണപ്പെടുന്നതിന് മുൻപ് അയാൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. തെളിവിനായി അശോക് എന്ന ഒരു പേര് മാത്രമാണ് പോലീസിന് കിട്ടിയത്. അതുപയോഗിച്ച് വളരെ പെട്ടെന്ന് അവർ അയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് അയാളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അയാളുടെ ജീവനും പോകുന്നു. എല്ലാം നടന്നു കഴിഞ്ഞ് അയാളെ കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മരണപ്പെട്ടത് അശോക് എന്ന പേരുള്ള ഒരു പഴയ റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ ആണെന്ന് പോലീസിന് മനസ്സിലായത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം പോലീസ് കരുതിയതുപോലെ അടുത്ത ഇരയുടെ പേരുമായി അയാളുടെ ഒരു വീഡിയോ കൂടി പുറത്തേക്ക് വരുന്നു. അയാളുടെ അടുത്ത ഇര റസിയ എന്ന ഒരു ഡാൻസർ ആണ്. എന്നാൽ അവളുടെയും ജീവൻ പോയതിനു ശേഷം മാത്രമാണ് പോലീസിന് അവളിലേക്ക് എത്താൻ സാധിച്ചത്. അങ്ങനെ 3-ാം ദിവസം യുവരാജ് എന്നൊരു പയ്യനും 4-ാം ദിവസം ആശ എന്നൊരു നഴ്സും കൂടി പോലീസിന് രക്ഷപ്പെടുത്താൻ സാധിക്കാതെ കൊല്ലപ്പെടുന്നു. എന്നാൽ മരണപ്പെട്ട ആളുകളുടെ പേരിന്റെ ആദ്യ അക്ഷരം നോക്കിയപ്പോൾ നമ്മുടെ നായകനായ പോലീസ് ഓഫീസറിന് ഒരു കാര്യം പിടികിട്ടി. കാരണം ആ പേരുകളുടെ അക്ഷരങ്ങളെല്ലാം കൂട്ടി വായിച്ചാൽ അത് അയാൾ 10 വർഷങ്ങളായി എഴുതിയ ആര്യൻ എന്നൊരു ബുക്കിന്റെ പേരുമായി ബന്ധമുണ്ട്. ആദ്യം മരണപ്പെട്ടത് നാരായണൻ എന്ന ആ കൊലയാളി തന്നെയാണെങ്കിലും അയാളുടെ ശരിക്കുമുള്ള പേര് അഴകർ എന്നാണ്. കണക്കുകൂട്ടലുകളെല്ലാം ശരിയാണെങ്കിൽ അവസാനമായി മരിക്കാൻ പോകുന്നത് എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരാളായിരിക്കും. ഇത് കേട്ടതും എല്ലാ പോലീസുകാരും കുറച്ചു നേരത്തേക്ക് നിശബ്ദരായി. കാരണം ആ കേസ് അന്വേഷിക്കുന്ന നമ്മുടെ നായകന്റെ പേരും നമ്പി എന്നാണ്. എന്നാൽ രണ്ടാമതായി കൊല്ലപ്പെട്ടത് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ഇനി അവസാനം കൊല്ലപ്പെടാൻ പോകുന്നത് ഇത് അന്വേഷിക്കുന്ന അവൻ തന്നെയാണോ എന്ന് അവന്റെ കൂട്ടുകാരെല്ലാം കരുതിയെങ്കിലും അവനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ കാത്തിരുന്നത് പോലെ 5-ാം ദിവസം അവസാന ഇരയുടെ പേരുമായി അയാളുടെ ഒരു വീഡിയോ കൂടി പുറത്തേക്ക് വരുന്നു. എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ആ പേര് നമ്പി എന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ അവർക്ക് ലഭിക്കാത്ത ഒരു ക്ലൂ ആ ഒരു വീഡിയോക്കകത്തുണ്ട്. കാരണം അയാൾ ഇരിക്കുന്നതിന് പിന്നിലായി പോലീസുകാർ കുറച്ച് ഡയറികൾ കാണുന്നു. അങ്ങനെ കാര്യം മനസ്സിലാക്കിയ നമ്പി അടുത്ത ഇരയുള്ളത് അയാളുടെ വീട്ടിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് ചെന്ന് അയാളുടെ വീടിന് അടിയിലായി ഒരു രഹസ്യമായ മുറി അവൻ കാണുന്നു. എന്നാൽ അവൻ അകത്തേക്ക് കയറി അന്വേഷണം ആരംഭിച്ചതും അറിയാതെ അവൻ ഒരു ചില്ലുകൂട്ടിൽ പെട്ടു. ആകെ ഷോക്കായവൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ അതിലേക്ക് പെട്ടെന്ന് വെള്ളം നിറയാൻ ആരംഭിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ വെച്ച് അവൻ പെട്ടെന്ന് ആ ചില്ല് പൊട്ടിക്കുന്നു. അതിലുണ്ടായിരുന്ന വെള്ളം ഒരു ടൈലിന്റെ ഇടയിലേക്ക് പോകുന്നത് കണ്ട് അവൻ ആ ടൈല് പൊക്കി നോക്കി അതിനകത്തുണ്ടായിരുന്ന നമ്പി എന്ന് പേരുള്ള അയാളുടെ അവസാനത്തിരയെ അവൻ രക്ഷപ്പെടുത്തുന്നു. അയാളെ പോലെ സമൂഹത്തിൽ വേണ്ട അംഗീകാരം ലഭിക്കാത്തവർക്ക് മരണമാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് കരുതി അവർക്ക് അത് നേടിക്കൊടുക്കാൻ വേണ്ടി 10 വർഷമായി ഓരോ ആളുകളെയും നിരീക്ഷിച്ച് പ്ലാൻ ചെയ്താണ് അയാൾ ആര്യൻ എന്ന ആ ഒരു മർഡർ പ്ലാൻ തയ്യാറാക്കിയത്.